ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. അതിൽ ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി, അതിൽ എക്സസൈസ് 8.3 4th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ സബ് ക്വസ്റ്റ്യൻ ആവുന്ന 10th സബ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 1 + tan സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 + cot സ്ക്വയർ a is equal to 1 - tan a divided by 1 - cot a the whole square is equal to tan square a. അതായത് ഈ ഒരു LHSനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താലും ഈ ഒരു RHS കിട്ടണം, അതായത് tan square a കിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു LHSനെ സിംപ്ലിഫൈ ചെയ്താലും ഈ ഒരു RHS കിട്ടണം. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഇത് ഈക്വൽ ടു ഇത് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഈ ഒരു LHS ഈക്വൽ ടു ഈ ഒരു RHS ഇങ്ങനെയും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു LHSനെ സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് എന്താണ് എഴുതേണ്ടത്? LHS is equal to എന്താണ്? 1 + tan സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 + cot സ്ക്വയർ a. നമുക്ക് ആൻസർ tan സ്ക്വയർ a ആണ് വരേണ്ടത്. അപ്പൊ ഈ cot സ്ക്വയർ a ഇവിടെ നിന്ന് പോകണം. അപ്പൊ നമുക്കറിയാം cot സ്ക്വയർ a, അതായത് cot a എന്ന് പറയുന്നത് 1/tan a ആണ്. ഓക്കെ, cot a എന്ന് പറയുന്നത് tan a യുടെ ഓപ്പോസിറ്റ് ആണ് cot a എന്ന് പറയുന്നത്. അപ്പൊ cot a is equal to 1/tan a. അങ്ങനെയാണെങ്കിൽ cot സ്ക്വയർ a എന്താവും? cot സ്ക്വയർ a എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലെ? 1ന്റെ സ്ക്വയർ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ tan a യുടെ സ്ക്വയർ tan സ്ക്വയർ a എന്ന് കിട്ടും. cot a എന്ന് പറയുന്നത് 1/tan a ആണെങ്കിൽ cot സ്ക്വയർ a എന്ന് പറയുന്നത് 1/tan സ്ക്വയർ a ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ ഈ cot സ്ക്വയർ എയുടെ അവിടെ 1/tan സ്ക്വയർ a എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈസ് ഈക്വൽ ടു 1 + tan സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 + cot സ്ക്വയർ a ക്ക് പകരം 1/tan സ്ക്വയർ a എടുത്ത് എഴുതാം. 1/tan സ്ക്വയർ a is equal to 1 + tan സ്ക്വയർ a ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താണ്? ഒരു നമ്പർ പ്ലസ് ഒരു ഫ്രാക്ഷൻ അല്ലെ? b/c എന്ന് എഴുതാം. ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും ഉണ്ടെങ്കിൽ ഈ നമ്പറും ഈ ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്യാനാണ് പറയുന്നത് അല്ലെ? ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്ററും c ആവണം. ഈ ഡിനോമിനേറ്റർ തന്നെ ഇവിടെ വരണം. അങ്ങനെ വരാൻ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? ഈ ഡിനോമിനേറ്റർ ആവുന്ന c കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്താൽ മതി. അതായത് a ഇൻറ്റു ഈ ഡിനോമിനേറ്റർ ആവുന്ന c, പിന്നെ എന്താണ്? പ്ലസ്, പിന്നെ ഈ ന്യൂമറേറ്റർ ആവുന്ന b, ദ ഹോൾ ഡിവൈഡഡ് ബൈ c. ഇങ്ങനെ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ b ആയിട്ട് ഇതിനെ സം ചെയ്യാൻ പറ്റും, ഡിവൈഡഡ് ബൈ c എഴുതാൻ പറ്റും. അതുപോലെ ഇവിടെയും ഒരു നമ്പർ ഉണ്ട് പ്ലസ് ഒരു ഫ്രാക്ഷനും ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഡിനോമിനേറ്റർ ആവുന്ന tan സ്ക്വയർ a കൊണ്ട് നമുക്ക് ഈ 1നെ ഇൻറ്റു ചെയ്യാം. അതായത് a c കൊണ്ട് ഇൻറ്റു ചെയ്തതുപോലെ ഈ 1നെ ഈ tan സ്ക്വയർ a കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു tan സ്ക്വയർ a, പിന്നെ എന്തുണ്ട്? പ്ലസ് ഉണ്ട്, പിന്നെ ഈ ന്യൂമറേറ്റർ 1 ഡിവൈഡഡ് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ c. c എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡിനോമിനേറ്റർ. അതുപോലെ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാണ്? tan സ്ക്വയർ a. ക്ലിയർ ആയല്ലോ? which implies 1 + tan സ്ക്വയർ a ഡിവൈഡഡ് ബൈ, ഇതെന്താവും? 1 × tan സ്ക്വയർ a tan സ്ക്വയർ a എന്ന് കിട്ടും, പ്ലസ് 1/tan സ്ക്വയർ a. ഓക്കെ, അടുത്ത is equal to 1 + tan സ്ക്വയർ a ഇതെന്താണ്? ഈ സിമ്പിൾ എന്താണ്? ഡിവൈഡ്. അപ്പൊ ഞാൻ അതിടെയാണ് ഡിവിഷൻ സിമ്പിൾ ഇട്ടു. പിന്നെ എന്തുണ്ട്? ഈ ഒരു ഫ്രാക്ഷൻ അല്ലെ? ഈ വാല്യൂ ഞാൻ എഴുതി, ഈ സിമ്പിളിന് ഡിവിഷൻ സിമ്പിൾ കൊടുത്തു. ഇനി ഇത് ഈ ഒരു ഫ്രാക്ഷൻ എന്താണ്? tan സ്ക്വയർ a പ്ലസ് 1 ഡിവൈഡഡ് ബൈ tan സ്ക്വയർ a. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു വാല്യൂ ഒരു ഫ്രാക്ഷൻ അവർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അതായത് a ഡിവൈഡ് ഒരു ഫ്രാക്ഷൻ b/c. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഒരു നമ്പറിനെ അല്ലെ ഒരു വാല്യൂവിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ a
മൾട്ടിപ്പിൾ ആകുമ്പോൾ ഡിവിഷൻ എന്താവും? മൾട്ടിപ്പിൾ ആവും. ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് ഡിനോമിനേറ്റർ സി ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ബി താഴെ ഡിനോമിനേറ്റർ ആവും. എന്നിട്ട് ഇവർ തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. നമുക്കിവിടെ അത് ചെയ്യാം. എന്താണ് 1 പ്ലസ് ടാൻ സ്ക്വയർ എ, 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷനായി മാറും. അപ്പൊ ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനായി മാറും. ഈ ഡിവിഷൻ മൾട്ടിപ്പിൾ ആവുമ്പോൾ എന്താവും? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ തിരിച്ചിടണം. ബി ബൈ സി, സി ബൈ ബി ആവും. അപ്പൊ ഇത് എന്താവും? തിരിച്ചിടുക. ഈ ടാൻ സ്ക്വയർ എ മുകളിൽ വരും, ഡിവൈഡഡ് ബൈ മുകളിലുള്ള ഈ ടാൻ സ്ക്വയർ എ പ്ലസ് 1 എന്ന് പറയുന്നത് താഴെയും വരും. ഇനി നോക്കൂ, ഇത് ന്യൂമറേറ്റർ ആണ് അല്ലെ? ഈ ഒരു സെക്ഷൻ ന്യൂമറേറ്റർ ആണ്, ഇത് വന്നിട്ട് ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എ കോമൺ ആയിട്ട് ഉണ്ട്, താഴെയും 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഉണ്ട്. ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് എഴുതിയാലും ടാൻ സ്ക്വയർ എ പ്ലസ് 1 എന്ന് എഴുതിയാലും രണ്ട് സെയിം തന്നെയാണ്. അതായത് എ പ്ലസ് ബി എന്ന് എഴുതിയാലും ബി പ്ലസ് എ എന്ന് എഴുതിയാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ എയും ടാൻ സ്ക്വയർ പ്ലസ് 1ഉം നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ പറ്റും. രണ്ടും സെയിം ആണ്. ന്യൂമറേറ്ററിലും സെയിം ആയിട്ടുണ്ട്, ഡിനോമിനേറ്ററിലും സെയിം ആയിട്ടുണ്ട്. സോ നമുക്ക് അത് രണ്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരേ ഉള്ളൂ ഇവിടെ? ടാൻ സ്ക്വയർ എ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, നമ്മളോട് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണമെന്നാണ് പറഞ്ഞത്? ടാൻ സ്ക്വയർ എ ആവുന്ന RHS കിട്ടണമെന്നാണ് പറഞ്ഞത്. അത് തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നു, കണ്ടോ? അപ്പൊ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ടാൻ സ്ക്വയർ എ കിട്ടി. നമുക്ക് അത് ഇവിടെ എഴുതാം, ഇസിക്കൽ ടു RHS. ഓക്കെ, അപ്പം ഈ ഒരു LHSന്റെ സിംപ്ലിഫിക്കേഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഒരു LHSനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു RHS ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഇത് പ്രൂവ് ചെയ്യാം. ഈ LHS എടുത്ത് എഴുതാം. LHS ഇസിക്കൽ ടു എന്താണ്? 1 മൈനസ് ടാൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് എ ദി ഹോൾ സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെയും എന്താണ്? നമുക്ക് ഈ ആൻസറിൽ ടാൻ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കോട്ട് എയുടെ ആവശ്യമില്ല, ഈ കോട്ട് എ കളയണം. കോട്ട് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ടാൻ എ ആണ് അല്ലെ? കോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ടാൻ എ ആണ്. അപ്പൊ ഇതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്തതിൽ എന്ത് ചെയ്താൽ വിച്ച് ഇംപ്ലൈസ് 1 മൈനസ് ടാൻ എ 1 മൈനസ് ടാൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് എ. കോട്ട് എക്ക് വരെ എന്താണ്? 1 ബൈ ടാൻ എ എന്ന് എടുക്കാം. എന്നിട്ട് എന്തുണ്ട്? ദി ഹോൾ സ്ക്വയർ ഉണ്ട്, അതവിടെ കൊടുത്തു. ഓക്കെ, അപ്പൊ 1 മൈനസ് ടാൻ എ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? ഒരു നമ്പർ മൈനസ് ഫ്രാക്ഷൻ. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പൊ ടാൻ എ കൊണ്ട് 1നെ ഇൻറ്റു ചെയ്യുക, 1 ഇൻറ്റു ടാൻ എ. അപ്പൊ ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്തു. പിന്നെ എന്താ? മൈനസ് 1 പിന്നെ ഹോൾ ഡിവൈഡ് ടാൻ എ എഴുതി. ഇനി എന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 1 മൈനസ് ടാൻ എ എഴുതാം. 1 മൈനസ് ടാൻ എ. പിന്നെ ഇതെന്താണ്? ഡിവിഷൻ ആണ്. അതിന് ഞാൻ ഡിവിഷൻ സിമ്പിൾ ഇട്ടു. പിന്നെ എന്തുണ്ട്? 1 ഇൻറ്റു ടാൻ എ. 1 ഇൻറ്റു ടാൻ എ എന്താണ്? ടാൻ എ. ടാൻ എ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതാണ് ആൻസർ, -1. പിന്നെ എന്തുണ്ട്? ഡിവൈഡ് പിന്നെ ടാൻ എ. എന്നിട്ട് എന്തുണ്ട്? ഇത് മൊത്തത്തിൽ ഈ ഒരു സെക്ഷനെയാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഇവർക്കിടയിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇസിക്കൽ ടു 1 മൈനസ് ടാൻ എ. നമുക്കറിയാം, ഒരു നമ്പർ അല്ലെ ഒരു വാല്യൂവും ഒരു ഫ്രാക്ഷനും തമ്മിൽ ഡിവിഷൻ ആണ് ചെയ്യേണ്ടെങ്കിൽ ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഈ ഡിവിഷൻ എന്താവും? മൾട്ടിപ്പിൾ ആവും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ ടാൻ എ മുകളിൽ വരും, ടാൻ എ ഡിവൈഡഡ് ബൈ മുകളിലുള്ള ടാൻ എ മൈനസ് 1 താഴെ വരും. താഴെ വന്നിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ വന്നിട്ട് 1 മൈനസ് ടാൻ എയും ടാൻ എ മൈനസ് 1ഉം ഈക്വൽ ആൻസർ അല്ല. അതായത് എ മൈനസ് ബിയും ബി മൈനസ് എയുടെയും ആൻസർ സെയിം അല്ല. ഇതിന്റെ ആൻസർ ആയിരിക്കില്ല ഇതിന്റെ ആൻസർ, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്താൽ മതി? എ മൈനസ് ബിയെ ബി മൈനസ് എയെ നമുക്ക് ഇത് എ മൈനസ് ബി, ഇത് ബി മൈനസ് എ. ഈ ബി മൈനസ് എ നമുക്ക് എ മൈനസ് ബി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? മൈനസ് എ ഫസ്റ്റ് എഴുതുക, ഈ ബി രണ്ടാമത് എഴുതുക. ഇപ്പൊ മൈനസ് എ പ്ലസ് ബി എന്നാണ് കിടക്കുന്നത് അല്ലെ? പക്ഷെ ഇവിടെ എന്താണ് ആവശ്യം? എ മൈനസ് ബി ആണ് വേണ്ടത്.
അപ്പൊ എന്ത് ചെയ്യാം, ഈ മൈനസിനെ പുറത്തെടുക്കാം. മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താവും, എ, ഇവിടെ പ്ലസ് എന്താവും, മൈനസ് ആവും, ബി ആവും. തിരിച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു എ മൈനസ് എ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ബി എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് അതുപോലെ ഇവരെയും ഇന്റർചേഞ്ച് ചെയ്യാം. കാരണം ഇവിടെ 1 മൈനസ് ടാൻ എ ആണുള്ളത്, ഇവിടെ ടാൻ എ മൈനസ് 1 ആണുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ തിരിച്ച് 1 മൈനസ് ടാൻ എ ആക്കണം. അപ്പൊ വിച്ച് ഇംപ്ലൈസ് 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ എ ബൈ, ഇതിനെ ഞാൻ ചെയ്യാൻ പോണ നോക്കുക. ഇതെന്താണ് ഒഴിക്കുന്നത്, ടാൻ എ മൈനസ് 1 ആണ്. ഞാൻ തിരിച്ചിട്ട് ഈ മൈനസ് 1 ഫസ്റ്റ് വരും, ഈ ടാൻ എ രണ്ടാമത് വരും അല്ലെ. ടാൻ എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അപ്പൊ പ്ലസ് ടാൻ എ. 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് 1. ഈ ടാൻ എയുടെ ഫ്രണ്ടിൽ നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് സോ പ്ലസ് ടാൻ എന്ന് എഴുതി. അതായത് ഈ ഫോർമാറ്റ് വരാം, 1 ഫസ്റ്റും ടാന് രണ്ടാമതുമായിട്ട് വരിക. അപ്പൊ അത് നമ്മൾ ചെയ്തു. 1 ഫസ്റ്റ് വന്നു, ടാന് രണ്ടാമതായി വന്നു. പക്ഷെ ഇവിടെ എന്താണുള്ളത്, മൈനസ് ആണുള്ളത്. പക്ഷെ ഇവിടെ എന്താണുള്ളത്, പ്ലസ് ആണുള്ളത്. അപ്പൊ ഈ രണ്ടുപേരിൽ നിന്ന് ഒരു മൈനസിനെ കോമൺ ആയിട്ട് എടുക്കുക. അതായത് ഈ പ്ലസ് എന്ന് പറയുന്നത് മൈനസിന് ഇൻറ്റു ചെയ്യണം. മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ്. അപ്പൊ ഈ പ്ലസ്സിൽ എന്തുണ്ട്, 2 മൈനസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഈ ഇവിടെയും 2 മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ബിക്കോസ് ഇവിടെ 2 മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ഈ മൈനസിനെ ഞാൻ വെളിയിൽ കൊണ്ടുവന്നാൽ ഇവിടെ എന്തായി, ഇവിടെ നിന്നുള്ള മൈനസ് പുറത്തുപോയി. ഇവിടെ എന്തുണ്ട്, 1 ഉണ്ട്. പിന്നെ ഇവിടെ 2 പ്ലസ് എന്ന് വെച്ചാൽ എന്താണ്, മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ്. അപ്പൊ ഈ പ്ലസ്സിൽ 2 മൈനസ് ഉണ്ട്, അതിൽ നിന്ന് ഈ ഒരു മൈനസ് ഇതാ പുറത്തു വന്നു. പിന്നെ ഈ ഒരു മൈനസ് മാത്രം, അതാണ് ഇവിടെ ഇട്ടിട്ട് ടാൻ എ. ഓക്കെ, അപ്പൊ 1 മൈനസ് ടാൻ എന്ന് കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ഈ മൈനസ് കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടാൻ എ എന്ന് കിട്ടും. അപ്പൊ ഇതിനെ ഞാൻ ഇന്റർചേഞ്ച് ചെയ്തു. ഈ സംഭവത്തെ ഇതിനെ ടാൻ എ മൈനസ് 1 ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ വെളിയിൽ ഒരു നെഗറ്റീവ് വരും. നെഗറ്റീവ് എന്താണ്, 1 മൈനസ് ടാൻ എ. പിന്നെ എന്തുണ്ട്, ഹോൾ സ്ക്വയർ ഉണ്ട്, ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇത് എങ്ങനെയാണ് ടാൻ എ മൈനസ് 1 മൈനസ് ഓഫ് 1 മൈനസ് ടാൻ എ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്, ഇവിടെയും 1 മൈനസ് ടാൻ എ ഉണ്ട്, ഇവിടെയും 1 മൈനസ് ടാൻ എ ഉണ്ട്. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ വിട്ടാം. അപ്പൊ ഇനി മുകളിൽ ആരുണ്ട്, ടാൻ എ ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്, ഇത് 2 പോയെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ. അപ്പൊ മൈനസ് 1 ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇതും കട്ടാവും, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഒരു വാല്യൂവിനെ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതെന്തായി മാറും, മൈനസ് വാല്യൂ ആയിട്ട് മാറും അല്ലെ. അതായത് 5 ബൈ മൈനസ് 1 ആണെങ്കിൽ ആൻസർ എന്താണ്, മൈനസ് 5. അതുപോലെ ടാൻ എ ബൈ മൈനസ് 1 എന്താണ്, മൈനസ് ടാൻ എ. പിന്നെ എന്തുണ്ട്, ഹോൾ സ്ക്വയർ ഉണ്ട്. ഇപ്പൊ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, ഇത് 2 വട്ടം ഇൻറ്റു ചെയ്യുക എന്നല്ലേ. അതായത് മൈനസ് ടാൻ എ ഇൻറ്റു മൈനസ് ടാൻ എ അല്ലെ. എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, എ ഇൻറ്റു എ. ഇനി മൈനസ് എയുടെ സ്ക്വയർ ആണെങ്കിൽ മൈനസ് എ ഇൻറ്റു മൈനസ് എ. അതുപോലെ മൈനസ് ടാൻ എയുടെ സ്ക്വയർ ആണെങ്കിൽ മൈനസ് ടാൻ എ ഇൻറ്റു മൈനസ് ടാൻ എ. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും, പ്ലസ് ആവും. ടാൻ ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ടാൻ ഇൻറ്റു ടാൻ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ടാൻ സ്ക്വയർ എന്ന് പറയുന്ന ഈ RHS തന്നെയാണ് ഇതിലും കിട്ടിയത്. അപ്പൊ ഇത് 2 LHSും ചെയ്താൽ എന്ത് തന്നെ കിട്ടുന്നു, ടാൻ സ്ക്വയർ എന്ന് പറയുന്ന RHS തന്നെയാണ് കിട്ടുന്നത്, വിച്ച് ഈസ് RHS, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. ഈ ചാപ്റ്ററിലെ എല്ലാ എക്സാമ്പിൾസും അതുപോലെ തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ ചെയ്തു നോക്കി. നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ കാണാം. ഈ ചാപ്റ്ററിലുള്ള പ്രീവിയസ് എക്സാം, ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.